ഒരു പെട്ടെന്നൊരു കഥ പറയാം കേട്ടോ. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ സെമസ്റ്റർ എക്സാംസ് കഴിഞ്ഞ് ഗേറ്റിൻ്റെ വെളിയിൽ നിൽക്കുമ്പോൾ അവിടെ 7:30 രാത്രി ലാസ്റ്റ് ബസ് ടൗണിലേക്കുള്ള കുറച്ച് ഉള്ളിലാട്ടോ യൂണിവേഴ്സിറ്റി. ഗുൽബർഗ ടൗണിൽ നിന്ന് ഒരു 10-35 കിലോമീറ്റർ ഉള്ളിലാണ്. ഇപ്പോഴും കാളവണ്ടികളൊക്കെ ഉണ്ട് അവിടെ. അത്രയും പഴയ, അതായത് ഒരു ഗ്രാമമാണ് ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ പുറത്തുള്ളൊരു കടയിൽ നിന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു ആഗ്രഹം, എക്സാംസ് ഒക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ടൗണിൽ പോയിട്ട് കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബസ് 7:30 ബസ്സാണ് അന്ന് ഉള്ളത്, എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. പിന്നെ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ടേഷൻ്റെ വളരെ കുറച്ച് ബസ്സുകളേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വന്ന് ബസ്സിൽ ചാടി കയറിയിരുന്നു. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പയ്യൻ ഇരിക്കുന്നു. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഹംപിക്കാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ എന്നാൽ ഹംപിക്ക് വിട്ടാലോ എന്ന്. ഇട്ട ഡ്രസ്സിൽ കയ്യിലൊരു ബാഗിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പെന്നും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഫോൺ ചാർജ് ഇല്ല, തീരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ നല്ല നിലയിൽ നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ഈ കഥകളൊന്നും ഞാൻ പറയണില്ല, പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. എൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടെ. ഇപ്പോഴും ഞങ്ങൾ കാണുന്ന സമയത്ത് ആ യാത്രകളെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുക. അന്ന് ഒട്ടും പ്ലാൻഡ് അല്ലാതെ പോയ ആ യാത്രകളെ കുറിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ ചാടി കയറി നേരെ ടൗണിലേക്ക് വിട്ടു. ടൗണിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ജനറൽ ടിക്കറ്റ് ആട്ടോ എടുത്തത്. അപ്പോൾ ഈ കർണാടകയിലെ ലോക്കൽ ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷാണ്. നമ്മൾ അതിനുള്ളിൽ കയറി ക്രഷായിപ്പോൾ, അത്രയും തിരക്കാട്ടോ ട്രെയിൻസിൽ ഉണ്ടാവാം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻസിൽ, ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ അറയ്ക്കും. ഈ ബാത്റൂമിൻ്റെ സൈഡിൽ നിലത്തുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ വരെ പോയത് തട്ടപ്പാതിരയ്ക്ക്. ഇപ്പം ആലോചിക്കുമ്പോൾ അതിന് സേഫായിരുന്നോ? ഇപ്പം ആലോചിക്കുമ്പോൾ സേഫ്റ്റി വേണം, സെക്യൂരിറ്റി വേണം, കംഫർട്ട് വേണം, കയ്യിൽ പൈസ വേണം, പ്ലാന് വേണം, എല്ലാം വേണം. പക്ഷെ അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു സഡൻ പ്ലാനിൽ ആ ഒരു അഡ്രിനാലിൻ റഷിൽ പോകുന്ന യാത്രകളായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് സമയം സ്ഥലങ്ങൾ ഹംപി, ഗോകർണ, അമ്പൈ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. ഒരു പുലർച്ചെ ഒരു 4 മണിക്ക് എങ്ങാനും എത്തിയെന്ന് തോന്നും. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. എൻ്റെ കൂട്ടുകാരിയുടെയും കയ്യിൽ പൈസ ഇല്ല. വേറൊരു സുഹൃത്തിന് ഞാൻ പറഞ്ഞ പള്ളിയിലച്ഛനാണെന്ന് പറഞ്ഞാൽ അച്ചായൻ നട്ട് ഞങ്ങൾ അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ കയ്യിൽ മാത്രമേ പൈസ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി. അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. രാവിലെ ഹംപിയിലെത്തി. അവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തി. അവിടുന്ന് ഒരു ബസ് എടുത്തിട്ട് നേരെ ഹംപിക്ക് പോയി. ഹംപിയിൽ അന്ന് ഒരു ഒരു ഹിപ്പി ഐലൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം ആ ഐലൻഡ് ഇല്ല. ഇപ്പോൾ അത് ഗവൺമെൻറ് അവിടെ കുറേ ഇല്ലീഗൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് നശിപ്പിച്ചു കളഞ്ഞു, കർണാടക ഗവൺമെൻറ്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നു. ഈ ആനന്ദം സിനിമയിൽ കാണിക്കുന്ന പോലത്തെ ഹിപ്പി ഐലൻഡ്. ഒരുപാട് ഹിപ്പീസ്, ജിപ്സീസ്, ട്രാവലേഴ്സ് ഒക്കെ വന്ന് താമസിച്ച് അവരുടെ ആ ഒരു വൈബ്, ആ മ്യൂസിക് ഭയങ്കര രസമായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുമ്പോൾ ഐ എം സ്റ്റിൽ ബ്ലഷിങ് തിങ്കിങ് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. അങ്ങനെ ഞങ്ങൾ ഹംപിയിലെത്തി. രാവിലെ അവിടെ തുറന്നിരിക്കുന്ന ഒരു കടയിൽ കയറിയിട്ട് എന്തോ ഒരു ഡ്രസ്സ്, ഒരു ഹാരം പാൻസ്, ഒരു ടീഷർട്ട്. ഐ സ്റ്റിൽ ഹാവ് ഫ്യൂ പിക്ചേഴ്സ് ഓഫ് ദോസ് ട്രിപ്പ്. കുറേ ഫോട്ടോസൊക്കെ കളഞ്ഞു പോയി. പക്ഷേ കുറച്ചെണ്ണം ഇപ്പോഴും എൻ്റെ കയ്യിലിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, വലിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ആ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അവിടെ നിന്ന് വഴിയിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയോ ഞങ്ങൾ വാങ്ങിച്ചത് കഴിച്ചൊരു ഗോലി സോഡയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഗോലി സോഡയൊക്കെ കുടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ നാട്ടിലില്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് യാത്രകളൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ലൈഫ് എന്താണെന്ന് അറിയുന്നത് കോളേജിൽ പോയതിന് ശേഷം. അപ്പോൾ യൂണിവേഴ്സിറ്റി വാസ് ദ ഹാപ്പിയസ്റ്റ് ടൈം. എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ടൈമായിരുന്നു യൂണിവേഴ്സിറ്റി. ഇപ്പോഴും എനിക്കൊരു ഇത് പറയില്ലേ, എന്താ പറയുക, ടൈം മെഷീൻ കിട്ടിയിട്ട് എനിക്ക് ഏത് കാലഘട്ടത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാം 2019 യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ. ബിക്കോസ് ഇറ്റ് വാസ് ദാറ്റ് ബ്യൂട്ടിഫുൾ. ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് പ്രതീക്ഷിക്കാത്ത യാത്രകളും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഹംപിയിലെത്തി. അവിടെ ഹംപി ഒരു സൈക്കിൾ റെൻറ്റിന് എടുത്തു. അന്ന് എനിക്ക് 100 രൂപ എന്തായിരുന്നു സൈക്കിളിന് റെൻറ്റിന്. അതൊക്കെ ചൈനാട്ടോ കൊടുത്തത്. ഉണ്ടെങ്കിൽ ഒറ്റ പൈസ ഇല്ല. ഫോൺ അങ്ങനെ ഓഫായി പോവുകയും ചെയ്തു. അങ്ങനെ അടിപൊളി ഒരു മസാല ദോശയൊക്കെ കഴിച്ചോട്ട് ഒരു ചെറിയ കടയിൽ കയറിയിട്ട് അവിടെ സൈക്കിളെടുത്ത് ഹംപി മൊത്തം കറങ്ങി. നല്ല വെയിലും, പക്ഷെ അന്ന് ആ വെയിലൊന്നും ഒരു വിഷയമായിരുന്നില്ല. അങ്ങനെ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ആ സൈക്കിൾ റെൻറ്റിനെടുത്ത സൈക്കിള്, ഒരു വഞ്ചിയുണ്ട്, വട്ടത്തിലുള്ളൊരു വഞ്ചി. ഈ ഹംപീൻ്റെ സൈഡിൽ അവിടെ ഒരു റിവർ ഉണ്ട്. അമ്പലത്തിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു റിവറാണ്. ആ റിവറിൽ ഒരു വഞ്ചിയുണ്ട്. നമ്മൾ അന്ന് 30 rupees കൊടുത്ത് നമ്മുടെ വഞ്ചിയിൽ അപ്പുറത്തെ സൈഡിൽ ഇറക്കി തരുമായിരുന്നു. ഈ ഐലൻഡിൻ്റെ സൈഡിലേക്ക് ഇറക്കി തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൈക്കിളൊക്കെ വഞ്ചിയിൽ കയറ്റി ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയി ഇറങ്ങി. വലിയൊരു കുന്നുണ്ട് കയറാൻ. ഞാൻ കയറി ഹിപ്പി ഐലൻഡിൻ്റെ ആ ഭാഗത്തെത്തി. കുറേ ഞങ്ങൾ ഐലൻഡിലൂടെയൊക്കെ നടന്നു. അവിടെയാണ് ഈ മങ്കി ടെമ്പിൾ ഉള്ളത്. ഈ ആനന്ദം സിനിമയിൽ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിട്ടോ. പോവാത്തവർ എന്തായാലും സ്ഥലം ഒരിക്കലെങ്കിലും പോയി കണ്ടിട്ടുണ്ടാവണേ. അങ്ങനെ ഇപ്പോൾ സ്ഥലങ്ങളൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് മങ്കി ടെമ്പിളിലേക്ക് സൈക്കിൾ ഓട്ടി പോയി. ഭയങ്കര ടയർഡായിട്ടോ. പ്രോപ്പറായിട്ട് ഫുഡൊന്നും ഇല്ലല്ലോ. പിന്നെ മങ്കി ടെമ്പിൾ വലിയൊരു വലിയൊരു മല എന്ന് തന്നെ പറയാം. അതൊക്കെ കയറിപ്പോയി. അവിടെ ഏറ്റവും ടോപ്പിലെത്തി. വി ക്യാൻ സീ ദ എൻറ്റയർ ഹംപി. അവിടെ നിന്ന് ഞങ്ങൾ സൺസെറ്റ് കണ്ടു. ഇറ്റ് വാസ് സോ ഡാം ബ്യൂട്ടിഫുൾ.
അങ്ങനെ അവിടുന്ന് സൺസെറ്റ് കണ്ട് തിരിച്ചിറങ്ങി വന്നു. അങ്ങനെ ഈ വഞ്ചിയിൽ തന്നെ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിയപ്പോഴേക്ക് ഏകദേശം നല്ല ഇരുടായിട്ട് ഞങ്ങൾക്ക് തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ എത്തുകയും വേണം, നെക്സ്റ്റ് ഡേ ക്ലാസ്സുള്ള ദിവസം. അങ്ങനെ അവിടുന്ന് ഹംപിയുടെ അടുത്ത് ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് അന്ന്. പക്ഷേ എനിക്ക് ഇപ്പോഴും റിഗ്രറ്റ് ഉള്ള ഒരു സാധനമാണ്, ഞാൻ അവിടുന്ന് എന്തെങ്കിലും ഒരു സോവനീർ എനിക്ക് വാങ്ങിക്കാം. അന്ന് പൈസ ഇല്ലാത്ത അത്ര ഒരു 10 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്തൊരു സമയമായിരുന്നു. ഈ കോളേജിൽ പഠിക്കുന്ന കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ, അതേപോലെ. അപ്പോൾ ഒരു സോവനീർ ഒന്നും ഇപ്പോഴും എൻ്റെ കയ്യിലില്ല. ഇനി ഒരിക്കലും എപ്പോഴെങ്കിലും ഹംപിയിൽ പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഞാനൊരു സോവനീർ വാങ്ങിക്കും കേട്ടോ. ബിക്കോസ് ഹംപി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഐ ഹാവ് എവർ ബീൻ ടു. അങ്ങനെ അവിടുന്ന് ഞങ്ങളൊരു ബസ് എടുത്ത് തിരിച്ച് നേരെ ഗുൽബർഗയ്ക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു, തിരിച്ച് ഗുൽബർഗ എത്തി. ആൻഡ് ആ ട്രിപ്പ് ഞങ്ങളൊരു പക്ഷേ ടൗണിൽ പോയിട്ട് തിരിച്ച് വരേണ്ടിയിരുന്ന ആ ഒരു ട്രിപ്പ് അതൊരു ഹംപി യാത്രയാക്കി മാറ്റിയത്, അല്ല ഒരു ടൗണിൽ പോയി തിരിച്ചു വരേണ്ട ഞങ്ങളൊരു ഹംപിയിലേക്ക് കൊണ്ടുപോയി അവിടെ അതൊരു യാത്രയാക്കി മാറ്റിയത്. അന്ന് ഞങ്ങൾ ബസ്സിൽ വെച്ചിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വേറൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, രാഹുൽ എന്ന് പറഞ്ഞിട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഹിസ് നെയിം വാസ് രാഹുൽ. ഹീ ടുക്ക് അസ് ടു ഹംപി. അവനും അതൊരു പെട്ടെന്ന് കയ്യിലാകെ ഒരു തോർത്ത് മാത്രം ബാഗിൽ കുത്തി കയറ്റിയിട്ട് വന്നത് അവൻ. ഞങ്ങളുടെ കയ്യിൽ അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രിപ്സ് ഇൻ മൈ ലൈഫ്. ആൻഡ് ഇപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ വീട്ടിലിങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ആലോചിക്കുമ്പോൾ ദീസ് മെമ്മറീസ് സ്റ്റിൽ മേക്ക് മീ ഹാപ്പി. സോ അങ്ങനെ ട്രിപ്പ് പോയിട്ടുള്ളവർ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പോകാത്തവർ എന്തായാലും ഇങ്ങനത്തെ സഡൻ അൺപ്ലാൻഡ് ട്രിപ്സ് ഒക്കെ ഒന്ന് പോയിട്ട് ലൈഫ് എൻജോയ് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളിൽ